ഹലോ ഗൈസ്, ഇത് നാസ് വണ്ടർവേൾഡിൽ നിന്നാണ്. ഞാൻ നിങ്ങളുടെ നജ്ന. ഞാൻ നിങ്ങളുടെ ആദ്യമായി സോറി പറയുക. കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം. ഇന്ന് ഞങ്ങളുടെ ഊണാണ് കാണിക്കുന്നത്. കപ്പയുണ്ട്, മീൻകറി, അയലക്കറി, ചാള പൊരിച്ചത്, ചോറ്. നമുക്കാദ്യം മരിച്ചിനി അല്ലെങ്കിൽ കപ്പ നമ്മളിന്ന് സാധാരണ നന്നായിട്ട് ഉടച്ചാണ് വെക്കുന്നത്. ഇന്ന് കപ്പയുടെ വാക്ക് ഇങ്ങനെ ആയതുകൊണ്ട് ഒരു സെമി രൂപത്തിലാണ് ഇന്നത്തെ കപ്പ ഇരിക്കുന്നത്. നന്നായിട്ട് ഉടയ്ക്കാതെയാണ് വെച്ചേക്കുന്നത്. ഉടയ്ക്കാതെ എന്നല്ല, ഉടഞ്ഞിട്ടില്ല. പിന്നെന്താ, ഇന്ന് നല്ല കൊഞ്ച് കിട്ടിയായിരുന്നു. അത് നമ്മൾ ഫ്രൈ ചെയ്തായിരുന്നു. വീട്ടിൽ കുഞ്ഞിനാണെങ്കിൽ കൊഞ്ച് വെച്ചിട്ടൊരു ഫ്രൈഡ് റൈസ് പോലെ ആക്കി. പക്ഷേ ഞങ്ങൾ ഇതിനെ ബാക്കിയുണ്ടായിരുന്ന കൊഞ്ച് പൊരിച്ചു. ഇത് ചാള പൊരിച്ചതാണ്. പിന്നെ അരച്ച മീൻകറി, തേങ്ങ അരച്ച മീൻകറിയാണ്. അയലക്കറി. അയല ഒത്തിരി പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അയല ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഒരു ഫിഷാണ്. അത് പൊരിച്ച് തിന്നാനും ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. കറിയും പിന്നെ മാങ്ങാക്കറി. ഇവിടുത്തെ അമ്മയുടെ സ്പെഷ്യൽ മാങ്ങാക്കറിയാണ്. മാങ്ങാക്കറി മാങ്ങ അച്ചാറെന്ന് പറയും. ഏകദേശം കഴിയാറായി കേട്ടോ. എന്നാലും എനിക്ക് ഈ അച്ചാറില്ലാണ്ട് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ അച്ചാറും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യുന്ന സമയമാണ് കേട്ടോ. അച്ചാറും കൂടെ ഓപ്പൺ ചെയ്യുന്ന ഒരു സമയമാണേ. അതാണ് കുറച്ച് വൈകുന്നത് വീഡിയോ. ഇതാണ് സംഭവം. അത് ഇന്നലെ ഇട്ടതാണ്, പക്ഷേ കഴിയാറായി. മാങ്ങയൊന്നും അതിനകത്തില്ല. സംഭവം തീരാറായി. ഇനി അടുത്ത ഇടണം. മാങ്ങ ഇപ്പോൾ കൂടുതൽ അവൈലബിൾ ആകുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാങ്ങാക്കറി ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ ഒന്ന് തട്ടിക്കൂട്ടി ഒരു മാങ്ങാക്കറി അങ്ങ് ഉണ്ടാക്കുന്നതാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കരിവേപ്പിലയും കായവും, അത്രയും തന്നെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഞങ്ങൾ കുറച്ച് ഉപ്പിട്ട് കട്ട് ചെയ്ത മുളക് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങൾക്കായിട്ട് കുറച്ച് കൊഞ്ചെടുത്ത് ഫ്രൈഡ് റൈസ് പോലെ ആക്കിയെന്ന്. സാധാരണ റൈസല്ല കേട്ടോ ഇത് നമ്മുടെ ജീരകശാല റൈസാണ്. അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് ക്യാരറ്റും ബീൻസും ഗ്രേറ്റ് ചെയ്തിട്ടു. പിന്നെ കൊഞ്ച് ഫ്രൈയും കൂടെ കുറച്ച് ആഡ് ചെയ്തു. ഇഞ്ചിയും പച്ചമുളകും സവാളയും കൂടെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് എല്ലാം കൂടെ ബട്ടറിൽ മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയിരിക്കുന്ന റൈസാണ് ഇത്. നമ്മുടെ റൈസ്. ബായ്.